സോ ഗൈസ്, ഇതാണ് സ്റ്റിക്കിറ്റപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നും പൊക്കിയതാണ്. കുറച്ച് സ്റ്റിക്കേഴ്സാണ് അവർ ഓഫർ ചെയ്യുന്നത്. നോ, ഇതിൻ്റെ പ്രൈസിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 250, 350 ആ റേറ്റിലാണ്. പക്ഷേ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവായി തോന്നിയത് കൊണ്ടും പിന്നെ പെട്ടെന്ന് അവർ ഒരു ഫ്ലാഷ് സെയിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിൽ പറഞ്ഞിട്ട് 29 രൂപ ഒരു സ്റ്റിക്കറിന് വെച്ച് ഇറക്കി. ആൻഡ് കൊറിയർ ചാർജസും കൂടി ഉണ്ടായത്. ഐ തിങ്ക് 47 or 45 rupees ആയിരുന്നു. ബട്ട് ഐ വാസ് വില്ലിങ് ടു ബെയർ ദാറ്റ്. സോ ഐ എം റിച്ച്. സോ ഞാൻ വാങ്ങിച്ചു. നമുക്കിത് തുറന്ന് നോക്കാം. കാരണം എനിക്ക് ഇതിൻ്റെ സൈസിനെ കുറിച്ചിട്ട് ഒത്തിരി പിടി കിട്ടില്ല. ഇവർ എഴുതിയിരിക്കുന്ന സൈസ്, ഇവർ എന്താ പറയുക, സൈസ് ഇപ്പോൾ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. പക്ഷേ അഡ്വർടൈസ്മെൻറ്റിൽ കുറച്ചിങ്ങനെ വലിച്ചെറിയുന്ന രീതിയിലൊക്കെ കണ്ടപ്പോൾ ഏകദേശം ഒരു കൈപ്പത്തിയുടെ അത്ര വലിപ്പമുണ്ടെന്ന് തോന്നി. ഇത് നമ്മുടെ കൈപ്പത്തിക്ക് അത്രയേ ഉള്ളൂ. തുറന്നു കഴിഞ്ഞാൽ അത്ര ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. സോ ലെറ്റ്സ് ഓപ്പൺ ഇറ്റ് അപ്പ്. പാക്കറ്റ് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. സാധാ ഓർഡിനറി പാക്കിങ്, വലിയ മജ്ജയൊന്നും ഇല്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടെറഫ് ചെയ്യും. തരുന്നില്ല. പഴയ കത്രിക, മൂർച്ചില്ലാത്തൊരു കത്രികയും ഞാൻ പൊട്ടിച്ചു. ഇപ്പോൾ വീഴുമടാ. അയ്യോ, എന്നാണല്ലോ ഒരു 5 അയച്ചേച്ചാ. വോട്ടവർ. പരസ്യമാവാനാണ് സാധ്യത. നോ, യെസ്, ഞാൻ ഓർഡർ ചെയ്ത സ്റ്റിക്കറിൻ്റെ സാധനങ്ങളാണ് ഗൈസ്. എല്ലാം 29 രൂപയുടെ ഐറ്റംസ്. SKU, അത് വെബ്സൈറ്റ് കൊടുക്കുന്ന ഒരു പേരാണ് അതിനോട്. ടോട്ടൽ പ്രൈസ് 270 ഉള്ളി. ചെറിയൊരു ഇൻവോയ്സ് ഉണ്ട്. GST ഒന്നുമില്ല. ക്യാഷ്. ഇതാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്ന സാധനം. സ്റ്റോപ്പ് തിങ്കിങ്, സ്റ്റാർട്ട് ഡൂയിങ്. പിന്നെ ദ മോർ യു ലേൺ ദ മോർ യു ഏൺ. കൊള്ളാം. ഹായ് ചായ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സ്റ്റേ ഫോക്കസ്ഡ് എന്ന് പറയുന്ന സ്റ്റിക്കർ. പിന്നെ ഹസൽ മൂഡ് ഓൺ, ഇതൊക്കെ ടീഷർട്ടും പഠിക്കേണ്ട സാധനമാണ്. പക്ഷേ സ്റ്റിക്കറായിട്ട് വാങ്ങിച്ചു. ഇത് പിന്നെ കഞ്ചാവ് വലിക്കുന്ന സ്റ്റാർബക്സിലെ ആ പെണ്ണുപിള്ള. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലോഗോ ഉള്ള സ്റ്റിക്കർ. ഈറ്റ് സ്ലീപ്പ് ഡിസൈൻ റിപ്പീറ്റ്. എനിക്ക് ഈറ്റ് സ്ലീപ്പ് റിപ്പീറ്റ് ഇഷ്ടപ്പെട്ടു. ഡിസൈൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സോ ഗൈസ്, ഇതൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. വലിപ്പം ഏകദേശം നിങ്ങൾക്കൊരു ഊഹം കിട്ടുന്നുണ്ടല്ലോ. എൻ്റെ കൈപ്പത്തി ഇത്രയ്ക്ക് വലിപ്പമുണ്ട്. ഇതൊക്കെ ഒട്ടിക്കാൻ പറ്റിയത് ലാപ്ടോപ്പിൻ്റെ പിന്നിലും പിന്നെ ഐപാഡിൻ്റെ പിന്നിലും ഫോണിൻ്റെ പിന്നിലൊക്കെ ഒട്ടിക്കാവുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. ബട്ട് ഇറ്റ്സ് അപ് ടു ഈച്ച് പേഴ്സൺ. കൊള്ളാം. എനിവേ, സ്റ്റിക്ക് ഇറ്റ് അപ്പ്. നല്ല ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ട്. കണ്ടറിയാം ഇവരെത്രത്തോളം വിജയിക്കുമെന്നുള്ളത്. ഇതിന് പകരം വെക്കാനായിട്ടൊരു സൈറ്റോ ഒന്നും ഞാൻ കണ്ടില്ല. സ്റ്റിക്കേഴ്സ് മാത്രമായിട്ട് വിൽക്കുന്ന ഒരു കട വേറെ ഓൺലൈനിൽ ഇല്ല. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇങ്ങനെ ഫ്ലഡഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇഷ്ടം പോലെ സ്റ്റാർട്ടപ്പ് സൈറ്റിങ് ഇരിക്കുകയാണ്. ബട്ട് എനിവേ, സാധനം കൊള്ളാം. സോ ഗൈസ്, ഇതാണ് ഒരു സ്റ്റിക്കർ. ഞാൻ കയറി എൻ്റെ അലമാരയുടെ കണ്ണാടിയും അങ്ങോട്ട് ഒട്ടിച്ചു. വായിക്കാൻ പറ്റിയൊരു സാധനമാണല്ലോ. നല്ല സ്ലോഗൻ. സ്റ്റാർട്ട് തിങ്കിങ്, സ്റ്റാർട്ട് ഡൂയിങ്. ഇതിനൊരു മാറ്റ് ഫിനിഷ് ഉണ്ട്. സോ ലൈക്ക് വെള്ളം തട്ടിയാലും കുഴപ്പമൊന്നുമില്ല. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അലമാര എല്ലാവരും കയറി അങ്ങോട്ട് ഒട്ടിക്കുന്നില്ല. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പോസ്റ്റർ മുട്ടിച്ചാലും ശരിയാവത്തില്ല. സോ എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ ഐഫോണിൻ്റെ പിന്നിലെ കേസിങ്ങിൻ്റെ ഒട്ടിക്കാവുന്ന പറ്റിയ സാധനമാണ്. കൊള്ളാം. കുറച്ച് നേരം നിൽക്കും. കാരണം പോക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വിട്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത്രയ്ക്ക് നല്ല ഗ്ലൂയിഷ് അല്ല. ഗ്ലൂ പെട്ടെന്ന് അങ്ങോട്ട് പോരുന്നൊന്നും കണ്ടോ. ഒരു തരം എന്താ പറയുക, തുണിയായിട്ട് എന്തോ പേര് പറയും ഇതിന്. എണ്ണ ഇത് പിടിക്കട്ടെ. നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഇത് HP ലോകം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ട. വേറെ ഏതെങ്കിലും ഇത് ഒട്ടിച്ചാലോ ഗൈസ്? മതിയോ അല്ലേ? ഇവിടെ സൈഡിലോട്ട് ഒട്ടിക്കാം. ഇങ്ങോട്ട് ഒട്ടിച്ചാലോ? ഇവിടെ മതി. സോ ഓവറോൾ സാധനം ഇഷ്ടപ്പെട്ടു.
₹29 ഉള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അത്ര വലിയ തട്ടിപ്പൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടംപോലെ ഇതുപോലെ പരസ്യങ്ങൾ സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് കൂടുതൽ. ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റാവുന്ന ചെറിയ ബിസിനസ്സുകളാണ് ഇതൊക്കെ. സോ ലോക്കലി ഏതെങ്കിലും ഒരു ഹോൾസെയിലറോ അല്ലെങ്കിൽ അലിബാബയിൽ നിന്ന് ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. ഇപ്പോൾ ഒട്ടുമിക്കലും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടിയിട്ട് ഇൻസ്റ്റയിൽ ആഡ് കൊടുക്കും. അതിൻ്റെ അടിയിൽ ചാറ്റ് ഓൺ വാട്സാപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുക്കും. അങ്ങനെ ബട്ടൺ കൊടുത്തിട്ട് നമ്മൾ വാട്സാപ്പിൽ അവരുടെ നമ്പറിൽ ഡയറക്റ്റായിട്ട് ചാറ്റ് ചെയ്ത് തുടങ്ങും. അവരൊരു പ്രൈസ് പറയും, സാധനം വാങ്ങിക്കും. ബട്ട് ഈ അടുത്തിടെ കുഞ്ഞു വണ്ടി ഒരു DIY ഒരു MD ഡിഫൻഡറും ലാൻഡ് റോവറും ബെൻസിൻ്റെയൊക്കെ ഒരു ചെറിയ കളിപ്പാട്ടം വണ്ടി ഉണ്ടല്ലോ, നമ്മൾ ഈ ഷോക്കേസിൽ എടുത്ത് വെക്കുന്ന സാധനം, കടയിൽ ₹250 കിട്ടുന്ന സാധനം ഒരു ₹300 എനിക്ക് ഓഫർ ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ തട്ടിപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. സംഭവം കടക്കാർക്ക് ഇഷ്ടം പോലെ വേരിയബിൾ കോസ്റ്റുകളൊക്കെ ഉണ്ട് മീറ്റ് ചെയ്യാനായിട്ട്, കറണ്ട്, വാടക, അത് മറ്റേതൊക്കെ. ഇവർക്കാണെങ്കിൽ അതൊന്നുമില്ല. അതില്ലാണ്ടാണ് അവർ ₹50 കൂട്ടിയിട്ട് എൻ്റെ മേലെ വിൽക്കുന്നത്. അതെനിക്ക് അത്രയും കണ്ട് ബോധിച്ചില്ല. ബട്ട് എനിവേ ഈ സാധനങ്ങളൊക്കെ നല്ല കൊള്ളാം. നമ്മുടെ ലോക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധനം പ്രിൻ്റ് അടിച്ച് കിട്ടും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൾക്ക് ഓർഡേഴ്സ് കൊടുക്കണം. ഒരു ഷീറ്റും എന്താ പറയുക, A4 സൈസ് ഷീറ്റ് മൊത്തം അല്ലെങ്കിൽ ഒരു A3 സൈസ് ഷീറ്റ് മൊത്തം വാങ്ങിക്കേണ്ടി വരും. ആ ഒരു പ്രശ്നം, ആ ഒരു കോസ്റ്റ് വേണ്ടാത്തവർക്കൊക്കെ ഇത് വളരെ നല്ലതായിരിക്കും. കൊറിയർ ചാർജ് എക്സ്ട്രാ കൊടുക്കണം എന്നേ ഉള്ളൂ. സോ ഇപ്പോഴത്തെ ഡീലാണ് ₹29 പെർ സ്റ്റിക്കർ. കുഴപ്പമില്ലാത്ത റേറ്റാണ്. പക്ഷേ ഇതൊക്കെ എവിടെ കയറി ഒട്ടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു അൽമര ഉണ്ട്, ഇതൊന്ന് കയറി ഒട്ടിച്ചാലോ എന്നൊരു ആലോചന ഇല്ലാതെ ഇല്ല. മൊത്തം വൃത്തികേടാവും. എന്നാലും കുഴപ്പമൊന്നുമില്ല, പറിച്ച് കളയാവുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഗ്ലൂ ആ മുട്ടി പിടിക്കാതെ തുരുമ്പൊന്നും പിടിക്കാൻ സാധ്യതയില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സംഭവം ഇഷ്ടപ്പെട്ടു. താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. സ്റ്റിക്ക് ഇറ്റ് അപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. സോ ജെനുവിൻ ആണോ എന്ന് പറയുന്നത് സംശയമുള്ളവർക്ക് കൊള്ളാം, ജെനുവിൻ തന്നെയാണ്. ടെസ്റ്റഡ്. സ്റ്റോപ്പ് തിങ്കിങ് സ്റ്റാർട്ട് ഡൂയിങ്. യെസ്, നല്ല ഒരു അസുല കോട്ടാണ്. പക്ഷേ ഉറക്കം ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇതൊന്നും അത്ര വലിയ കോട്ടല്ല. നോക്കേണ്ട വേണ്ടി ഇത് ഞാൻ തന്നെയാണ്. യെസ്, സ്റ്റാർബക്സിൻ്റെ സാധനം ഞാൻ എൻ്റെ ഐഫോണിൻ്റെ പിന്നിൽ ഒട്ടിച്ചു. കൊള്ളാം അല്ലേ? സംഭവം ഏറെക്കുറെയൊക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് ഒരെണ്ണം എൻ്റെ ഒരു കണ്ണാടിമേ, ഇത് മറ്റേ കണ്ണാടി അറ്റത്തെ ഒട്ടിച്ച്. പോസ്റ്ററൈസ്ഡ് സ്പൈഡർമാനൊക്കെ ഇരിക്കുന്നു. ബാക്കിയുള്ളത് ലാപ്ടോപ്പിൻ്റെ പിന്നിൽ ഞങ്ങൾ ഒട്ടിച്ചു വെച്ചു. ഈറ്റ്, സ്ലീപ്പ്, ഡിഫൈൻ, റിപ്പീറ്റ്, ഹസൽ മോഡ് ഓൺ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് ഗൈസ്. ഇതിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വേറെയും ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ഇവരുടെ ആപ്പിലുണ്ട്, ആ വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റാണോ ആപ്പാണോ എന്ന് പറഞ്ഞു. ആപ്പ് തന്നെയാണ് സംഭവം. സോ താല്പര്യമുള്ളവർക്ക് അവർ ആപ്പ് സന്ദർശിക്കുക, വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഭണ്ടാറൊന്നുമല്ല. എനിക്ക് ഇതുവരെ ആരും ഒരു പട്ടിയും കാശ് തരുന്നില്ല ഗൈസ് ഇത് ചെയ്യാനായിട്ട്. ബട്ട് ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കർ തനിയെ പേപ്പറല്ല, ഒരു വ്യത്യാസമുണ്ട്. ഒരു തരം ബാക്കിൽ നിന്ന് എന്തോ ഒരു പേര് പറയും ഈ സാധനത്തിന്, വിനൈലും അല്ല, ഒരു പ്രത്യേക സാധനം, പെട്ടെന്ന് കീറത്തില്ല. ആൻഡ് വെള്ളം തൊട്ടാലും നോ പ്രോബ്ലം. കാരണം അത് ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് വാട്ടർ റെസിസ്റ്റൻറ്റ്, വാട്ടർ റിപ്പല്ലൻ്റ് ആണ് സാധനം. ഒരു തരം മാറ്റ് ഫിനിഷ് അതിൻ്റെ മേലെയുണ്ട്. സോ ഡോണ്ട് വറി, നിങ്ങൾക്ക് ബൈക്കുമ്പോൾ വേണമെങ്കിൽ ഒട്ടിക്കാം, ഇപ്പോൾ വെള്ളം വീണിടത്തൊക്കെ വേണമെങ്കിൽ ഒട്ടിക്കാം. ലാപ്ടോപ്പിന് പിന്നിൽ തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. അതൊക്കെ തന്നെ. വണ്ടി ഒട്ടിക്കുന്ന ഒരു ശീലം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബുള്ളറ്റ് മേഖല ഒട്ടിക്കാഞ്ഞത്. എനിക്കെന്തോ അതിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ആൻഡ് ഐ തിങ്ക് അവരോടൊന്ന് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കസ്റ്റം സ്റ്റിക്കേഴ്സ് തരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഞാൻ കണ്ടില്ല. ബട്ട് ഐ തിങ്ക്, കാരണം അവർ കോൺടാക്ട് ചെയ്യാനുള്ള അഡ്രസ്സും ഫോൺ നമ്പേഴ്സൊക്കെ അവരെ വാട്സാപ്പ് നമ്പേഴ്സൊക്കെ തരുന്നുണ്ട്. സോ യു ഗിവ് ദം എ ഫോട്ടോഗ്രാഫ് ഓഫ് യുവർ സെൽഫ് ആൻഡ് ദെൻ അത് സ്റ്റിക്കറാക്കി തരും. ആൻഡ് ഇഷ്ടമുള്ള സൈസിൽ ആക്കി തരേണ്ടതാണ്. പോസിബിലിറ്റി ഉണ്ട്. സോ ഗൈസ്, അത്രയും പറഞ്ഞുകൊണ്ട് ഐ എം വൈൻഡിങ് അപ്പ്. ആൻഡ് ബിഗ് താങ്ക്സ് ടു ദീസ് ഗൈസ്. സ്റ്റിക്ക് ഇറ്റ് അപ്പ്. കൊള്ളാം അല്ലേ? ഇതൊക്കെ സ്റ്റിക്കേഴ്സാണ്. എക്സ്പ്രസ് യുവർ സെൽഫ്, ന്യൂ കൂൾ,
വേസ്റ്റഡ് 270 രൂപ കൊടുത്തു 6 എണ്ണത്തിന് പേ ചെയ്യാനായിട്ട്. സോ സ്റ്റിൽ വർത്ത് ഇറ്റ്. 29 രൂപ ചാർജ് ചെയ്തുള്ളൂ. ദാറ്റ്സ് കൈൻഡ് ഓഫ് നോർമൽ റേറ്റ് അല്ലേ. എത്ര 1 2 3 4 5 6 7 8 എണ്ണം വാങ്ങിച്ചു. 8 എണ്ണത്തിന് ഓരോന്ന് 29 രൂപ വെച്ചിട്ട്. സോ ഇതിനേക്കാളും നല്ല സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ആൻഡ് ഇതിനേക്കാളും ഹൈ റേറ്റ് ആയിട്ടുള്ളതും കൂടിയുണ്ട് വെബ്സൈറ്റിൽ. സോ ഇറ്റ്സ് അപ് ടു യു. അത്രയും കാശ് കൊടുത്ത് വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്നെക്കാളും കൂടുതൽ പണക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും യു കൻ ഗോ ഹെഡ് ആൻഡ് ബൈ. സോ ഗൈസ് ഡു ചെക്ക് ഔട്ട് ദിസ് വെബ്സൈറ്റ്. ഇഷ്ടമുണ്ടെങ്കിൽ ഐ ലവ് സ്റ്റിക്കേഴ്സ്. ആൻഡ് ഇതുപോലെ തന്നെ വേറെ ഒരു അഡ്വർടൈസ്മെൻറ്റ് മാഗ്നറ്റ്സ് എടുക്കുന്നത്. സോ ദാറ്റ്സ് കൈൻഡ് ഓഫ് എക്സ്പെൻസീവ്. ലൈക്ക് 225 219 ഒക്കെയാണ് ഒരു മാഗ്നറ്റിനൊക്കെ ചാർജ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് കൈൻഡ് ഓഫ് എക്സ്പെൻസീവ് ഫോർ മീ ആസ് ഓഫ് നൗ. സോ എനിക്കത് വാങ്ങിക്കുന്നില്ല. അത് വാങ്ങിച്ച് ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് എഴുതാം. അതുവരേക്കും സ്റ്റേ ഫോക്കസ്ഡ്.